ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്. സ്വന്തം അമ്മയുടെ മോശമായ സബ്സ്ക്രിപ്ഷൻ വീഡിയോ കാണാൻ ഗതികേടുണ്ടാവുന്ന മകൻ. രേണുസുതിക്ക് അർബുദമാണെന്ന് അറിഞ്ഞതിനു ശേഷം രേണുസുതി 11 വയസ്സു മുതൽ വളർത്തിയ കിച്ചു സുതി എന്തുകൊണ്ട് ഇതുവരെ രേണുസുതിയെ കാണാൻ പോയില്ല എന്നുള്ള കാര്യം പലരും ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നു. രേണു അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഇത്രയും അധികം വളർത്തിയ ആ ചെറുക്കൻ എന്നെ ഒരു നോക്ക് കാണാനെത്തിയില്ല, എനിക്കതാണ് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കിയത് എന്ന്. പക്ഷേ എന്തുകൊണ്ടാണ് പോകാത്തത് എന്നുള്ള കാരണം ഇപ്പോഴിതാ ആദ്യമായി തുറന്നു പറഞ്ഞ രംഗത്തെത്തിയിരിക്കുകയാണ് കിച്ചു സുതി. തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് കിച്ചു ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വീഡിയോ കാണിച്ചുകൊണ്ടാണ് കിച്ചു രേണുവിനെ കാണാൻ പോകുന്നതിന്റെ കാരണം വെളിപ്പെടുത്തുന്നത്. ഈ ഒരു വീഡിയോ കാണേണ്ട ഗതികേടാണ് തനിക്കുണ്ടായത്. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മകൻ കണ്ടതാണ്. ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ആദ്യമായി ഞാൻ രേണുവിന് ഒരു മെസ്സേജ് അയച്ചു. എന്നെക്കുറിച്ച് ഓർക്കണ്ട, പക്ഷേ പാവം ഋതപ്പനെ കുറിച്ച് ഓർക്കണം. ഇന്ന് ഋതപ്പന്റെ പ്രായത്തിലുള്ള പല കുട്ടികളും വീഡിയോകളൊക്കെ കാണാൻ തുടങ്ങി. സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ തുറന്നു നോക്കുമ്പോൾ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് അവന്റെ അമ്മയുടെ ഈ വക വീഡിയോകൾ കണ്ട് അവനോട് പറയുമ്പോൾ അവനുണ്ടാവുന്ന ആ ഒരു വേദന അത് കണക്കിലെടുത്തെങ്കിലും ദയവ് ചെയ്ത് ഇങ്ങനത്തെ രീതിയിൽ സബ്സ്ക്രിപ്ഷൻ വീഡിയോകൾ ചെയ്യരുത് എന്ന് രേണുവിനോട് താൻ പറഞ്ഞു. പക്ഷേ രേണു അതിന് മറുപടി നൽകിയത്, താൻ ചെയ്യുന്നതിൽ തനിക്ക് ഒരു കുറ്റബോധവും തോന്നിയിട്ടില്ല, താൻ മോശമായിട്ടൊന്നും കാണിച്ചിട്ടില്ല, മാത്രമല്ല 2.5 ലക്ഷം രൂപയാണ് എനിക്ക് അതിൽ നിന്നും കിട്ടിയത്, ഞാൻ ഇനിയും സബ്സ്ക്രിപ്ഷൻ തുടരുമെന്നാണ് രേണുവിന്റെ മറുപടി. ഇങ്ങനെ പറയുന്ന ഒരു അമ്മയെ തനിക്ക് കാണാൻ താല്പര്യമില്ല. മാത്രമല്ല എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് പോയി കാണാൻ നോക്കിയപ്പോഴും എനിക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. കിച്ചു പറയുന്നതിനോട് 100% യോജിക്കുകയാണ് മലയാളികൾ. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.